അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഒമാനിൽ കമ്പനി ഉള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കമ്പനി നടത്തുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒന്ന്, നമ്മുടെ കമ്പനി സസ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സസ്പെൻഷൻ മാറ്റാൻ എങ്ങനെ പറ്റും, നമ്മളെങ്ങനെയാണ് ആ സസ്പെൻഷൻ അത് മാറ്റുന്നത്. അപ്പോൾ സസ്പെൻഷൻ വരുന്നതിൻ്റെ റീസൺ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒമാനിയെ വെക്കാത്തതുകൊണ്ടാണ്, 1 ഇയർ കഴിഞ്ഞിട്ട് ഒമാനിയെ വെക്കാത്തത് കൊണ്ടാണ് ഒരു സ്റ്റാഫെങ്കിലും വേണമെന്നാണ്. അപ്പോൾ ഒരു സ്റ്റാഫെങ്കിലും ഒമാനി സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടാണ് സസ്പെൻഡ് ആവുന്നത്. അപ്പോൾ ഈ സസ്പെൻഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ എങ്ങനെ നമുക്ക് മാറ്റാം, അതോടൊപ്പം തന്നെ WPSൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം, WPS ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സസ്പെൻഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും നമ്മളൊരു ഒമാനി സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആ ഒമാനി സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഒരു ബേസിക് സാലറി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തേതനുസരിച്ച് ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യാം. 325 ആണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത്. പിന്നെ അത് ചിലപ്പോൾ അത് കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് കൺഫേം ആയിട്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കതിൻ്റെ അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ബേസിക് സാലറി നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും ഒരു ഒമാനി സ്റ്റാഫിന് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഗലി നമ്മൾ അവരുടെ ലേബർ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലേബറിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ സ്റ്റാഫ് എന്നുള്ള രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഷൻ മാറും. അപ്പോൾ അതിൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ CR വീണ്ടും നിങ്ങളുടെ ആക്റ്റീവ് ആവുന്നതാണ്. ഓക്കെ. പിന്നെ WPS സാധാരണ നമ്മുടെ കമ്പനിയിൽ സ്റ്റാഫ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഒരു സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരും ഓണേഴ്സ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കിപ്പോൾ WPS ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഞങ്ങളുടെ കുറച്ച് ക്ലയൻസൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ പോലും WPSൻ്റെ മെസ്സേജ് പോകുന്നുണ്ട്, ചിലപ്പോൾ ഫൈനും ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിനർത്ഥം ഒരു പാർട്ട്ണറായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓണറിന് നമ്മളൊരു WPS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു സാലറി പോലെ കാണിച്ചിരിക്കണം. അപ്പോൾ മിനിമം അതിൽ ഒരു 50 റിയാൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഫൈൻ വരുന്നത്, മന്ത്ലി 50 റിയാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, സസ്പെൻഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് നിങ്ങളൊരു ഒമാനിയ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബേസിക് സാലറി കാര്യങ്ങളൊക്കെ വെച്ച് ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളല്ലാതെ WPS റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് WPS രജിസ്റ്റർ ചെയ്താൽ മതി. തീർച്ചയായും ഓർത്തിരിക്കുക, കാരണം പലർക്കും അറിയത്തില്ല. WPS ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈൻ വരുന്നുണ്ട്, 50 റിയാലാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. അപ്പോൾ അതെന്തായാലും ഓർക്കുക, കാരണം പിന്നീട് നിങ്ങൾ പോകുമ്പോൾ ഇത്ര ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആകും. ചിലപ്പോൾ 5-6 മാസമൊക്കെ നിങ്ങളത് അറിയാതെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അത് തീർച്ചയായും എന്തായാലും നോക്കുക. ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് വേറൊരു ഇൻഫർമേഷൻ റിലേറ്റഡ് കമ്പനി ഫോർമേഷൻ ഒമാനിലെ റിലേറ്റഡ് ആയിട്ടുണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.